ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാ ഈ എനോവ ടേബിൾ വെച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ ഇതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വെച്ച് ചോദിക്കാം. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മളെ കറക്ഷൻ ഫാക്ടർ, അതായത് നമ്മളെ ഗ്രാൻഡ് ടോട്ടലും അതേപോലെ ക്യാപിറ്റലും ഫുൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസും TSS, SSB, SSW അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അത് essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് 3 മാർക്കിനൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 19 ആണ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലൊരു വാല്യൂ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരെ നമ്മളുടെ ആൻസറിലേക്ക് എത്തും. എന്താണ് 19 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് നമുക്ക് എന്താണ് ഇവിടെ ആൻസർ കിട്ടും. ഇനി ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ SSB അതായത് ബിറ്റ്വീൻ സാമ്പിൾസ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K-1 ആണ് ഇവിടെ 3 എന്ന് തന്നിരിക്കുന്നത്. അതായത് K എന്ന് പറഞ്ഞാൽ എന്താണ് 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. ആ -1 ഇപ്പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി ടോട്ടൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N-1 ആണ് 19 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താണ് 19 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ആണ്. ഇനി ഇവിടെ വിതിൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് അല്ലെങ്കിൽ വിതിൻ ദ സാമ്പിൾ ആണെങ്കിൽ അവിടെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N - K ആണ് വരുന്നത്. N എന്ന് പറഞ്ഞാൽ 20 ആണ്, K എന്ന് പറഞ്ഞാൽ 4 ആണ്. ആൻസർ എന്താണ് 16 എന്ന് കിട്ടും. സോ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ, നേരെ എന്താണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി എന്തൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് തന്നിട്ടുള്ളത്? ഈ ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 208 / 16 ചെയ്ത് കഴിഞ്ഞാൽ 13 തന്നെ കിട്ടുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടേ? SSW വേണം. SSW ഉണ്ട്, SSB ആണ് വേണ്ടത്. SSB എന്താണ്? SSW എത്രയാണ്? 208. SSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SSBക്ക് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ടോ? MSBക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. MSB നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ MSB കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് SSB / K-1 ആണ്. MSB എത്രയാണ്? 16 ആണ്. K-1 എന്താണ്? 3 ആണ്. ആ വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 16 is equal to SSB / K-1 എന്താണ്? 3. ഇനി ഈ രണ്ട് ആൾക്കാരെ ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ SSB എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 16 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 48 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പം ഇവിടെ എന്താണ് 48 എന്ന് ആൻസർ ആയിട്ട് കിട്ടി. ഈ രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ എന്ത് കാണാം? ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് കാണാം. ആര്? TSS നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് TSS എന്ന് പറഞ്ഞാൽ എന്താണ്? SSB + SSW ആണ്. SSB എന്ന് പറഞ്ഞാൽ 48 ആണ്. SSW എന്ന് പറഞ്ഞാൽ എന്താണ്? 208 ആണ് വരുന്നത്. 208 ദാറ്റ് ഈസ് ഈക്വൽ ടു 256 ആണ് എന്ത് നമുക്കിവിടെ ടോട്ടലായിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. 256 എന്ന് കിട്ടി. ഇനി എല്ലാ ആൾക്കാരും കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? F കാണണം. F കാണാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? F is equal to MSB / MSW. അപ്പോൾ ഇവിടെ ടേബിൾ നോക്കുകയാണെങ്കിൽ ഈ SS അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ഈ ആൾക്കാരെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് 3ാമത്തെ കോളം കിട്ടുക. ഇനി ഈ രണ്ട് ആൾക്കാർ ഡിവൈഡ് ചെയ്താലാണ് ഇത് 4ാമത്തെ കോളം F കിട്ടുന്നുണ്ടായിരിക്കാം. MSB എന്ന് പറഞ്ഞാൽ 16 ആണ്. MSW എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ 16/13 ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. 16/13 അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ Fൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വരുന്നത് 1.23 ആണിത് Fൻ്റെ വാല്യൂ. ഇനി ആൽഫ എന്താണെന്ന് തന്നിട്ടുണ്ട്? 5%, അതായത് 0.05 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ F ആൽഫ അഥവാ F ഓഫ് K-1, N - K അതായത് എന്താണ്? നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ് ഇത് കാണുന്നുണ്ടായിരിക്കുക Fൻ്റെ വാല്യൂ, ടേബിളിൽ നിന്നുള്ള Fൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ 0.05 ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേബിളാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി K-1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. N - K എന്നാണ് 16. അപ്പോൾ F ഓഫ് 3,16 ആണ് നമ്മൾ കാണേണ്ടത്. F ഓഫ് 3,16. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. ഇനി ചില കേസിൽ എന്താണ് ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോഴെന്ത് ചെയ്യണം? നമ്മൾ ഈ ടേബിളിലേക്ക് വരണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? 3 ആണ്. സെക്കൻഡ് വൺ എന്താണ്? 16 ആണ്. അപ്പോൾ N1 എവിടെയാണ് ഉണ്ടായിരിക്കുക? നമ്മൾ ആ കോളംസിൽ ആണ് നമ്മൾ നോക്കേണ്ടത്. N1 ദാ മുകളിലാണ് നോക്കേണ്ടത്. 3 കിട്ടിയിട്ടുണ്ട്. മറ്റേ ആൾ എത്രയാണ്? 16 ആണ്. അത് എവിടെ നോക്കണം? നമ്മൾ ഈ ഒരു സൈഡിലാണ് നോക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ദാ 16 ഉണ്ട്. ഇനി ഈ രണ്ട് ആൾക്കാർ എന്താണ്?
ഈ രണ്ടാൾക്കാർ കൂട്ടിമുട്ടുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ഈ രണ്ടാൾക്കാർ കൂട്ടിമുട്ടുന്ന രീതിയിൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കും. അത് എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ആ ഒരു കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 3.24 ആണ് വരുന്നത്. എത്രയാണ്? 3.24 ആണ് അവിടെ എഫ് ആൽഫേൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. 3.24. സോ ദിസ് ഈസ് ഈക്വൽ ടു 3.24 എന്ന് നമുക്ക് കിട്ടും. ഇനി ഫൈനൽ ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? എഫിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ നമ്മൾ എന്താക്കും? അതിനെ റിജക്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എഫ് ഇസ് ഈക്വൽ ടു 1.3 ആണ്. എഫ് ആൽഫിൻ്റെ വാല്യൂ എന്താണ്? 3.24 ആണ്. അപ്പോൾ ഇതിനെക്കാട്ടും എന്താണ്? ചെറുതാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ചെറുതെന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ റീജിയനിലല്ല ഇത് ഫോളോ ചെയ്യുന്നത്, പകരം എന്താണ്? ആക്സെപ്റ്റൻസ് റീജിയനിലാണ്. അപ്പോൾ ഹിയർ എഫ് ഇസ് ലെസ് ദാൻ എഫ് ആൽഫ, therefore do not reject H0. therefore do not reject H0 അഥവാ ആക്സെപ്റ്റ് H0 എന്നുള്ളതാണ് എന്ത് നമ്മൾക്ക് ഫൈനലി കിട്ടുന്നുണ്ടായിരിക്കാം. എന്താ ചെയ്യേണ്ടത്? ഡു നോട്ട് റിജക്റ്റ് H0 അഥവാ ആക്സെപ്റ്റ് H0 എന്നാണ് ഫൈനലി കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? കറക്റ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് എന്ത് നമ്മൾ എനോവ ടേബിളിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിൽ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും അറിഞ്ഞിരിക്കണം. ആ തുടക്കത്തിലുള്ള സ്ട്രഗിൾ ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ SSBയും TSSും അതുപോലെ SSW ഇതുപോലെല്ലാം കാണുന്നുണ്ടായിരിക്കാം. കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആര്? G²/N. ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ ആ ഒരു ബുദ്ധിമുട്ടില്ല. ബാക്കി MSB വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ മാത്രമായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക, ഇതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിൽ ഉണ്ടായിരിക്കാം. സോ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ആൻഡ് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.